യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു തന്നാട്ടെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത 3 വായിച്ചോട്ടെ. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയൊരു സാന്നിധ്യം, വലിയൊരു വ്യാപാരം, ഒരു കവിഞ്ഞൊഴുക്ക് ഞങ്ങൾ അധ്യായിക്കണമേ കർത്താവേ. ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഇന്ന് രാത്രി കടന്നു വന്ന ജീവിതങ്ങളുടെ അനുഭവങ്ങളും വേദനകളും ഭാരങ്ങളും പറഞ്ഞ് ദൈവാത്മായിട്ട് പെടണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. വീണ്ടും ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ പ്രത്യേകമായി ഞാൻ പറയേണ്ട പല പ്രാവശ്യവും നമ്മളിൽ പലരും കർത്താവിൻ്റെ ദാസന്മാരെ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചയപ്പെട്ട ഒരു എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ഇവിടെ യേശു നിക്കോദെമോസും തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പേഴ്സണലായിട്ട് ചിലരോടൊക്കെ ഇടപെടുന്നുണ്ട്. ഒന്ന് നിക്കോദെമോസ്, 2 ശമരിയ സ്ത്രീ, രാജഭൃത്തനായ മനുഷ്യൻ, 38 വർഷം കുളക്കരെ കിടക്കുന്ന വ്യക്തി. ഇവിടെ ഒക്കെ പേഴ്സണലായിട്ട് ഇടപെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഡിഫറെന്റ് ടൈമിലാണ് നിക്കോദെമോസും യേശുവും തമ്മിൽ രാത്രിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ നട്ടുച്ച നേരത്താണ് ശമരിയ സ്ത്രീയോട് യേശു സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിക്കോദെമോസ് എന്ന് പറഞ്ഞാൽ തന്നെ വിക്ടറി ഓഫ് ദ പീപ്പിൾ, ജനത്തെ കീഴടക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നിക്കോദെമോസിന്റെ വലിയ കൂടുതൽ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഈ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ അതിൽ കൂടുതലായിട്ട് പ്രധാനമായിട്ടും സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യഹൂദ ചരിത്രത്തിൽ തൽമൂദ് പോലുള്ള ചരിത്രങ്ങളിൽ നിക്കോദെമോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, യോസിപ്പസ് യേശുക്രിസ്തുവിന്റെ അന്നത്തെ ചരിത്രം എഴുതിക്കൊണ്ടിരുന്ന പ്രശസ്ത ചരിത്രനായ യോസിപ്പസിന്റെ സഹോദരൻ നിക്കോദെമോസ് ബെൻഗൂറിയനാണ്. ഈ നിക്കോദെമോസ് എന്നാണ്, സ്തോത്രം, ചില അഭിപ്രായങ്ങൾ. ശരിയാകാം, തെറ്റാകാം. ചില വേദശാസ്ത്രിമാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ശരിയാകാം, തെറ്റാകാം. അത് ശരിയാണെങ്കിൽ, സ്തോത്രം, യെരുശലേമിലെ 3 വലിയ ധനികന്മാരിൽ ഒരാള് ഈ നിക്കോദെമോസ് ബെൻഗൂറിയനാണ്. സ്തോത്രം. ഈ സന്നദ്ധി സംഘത്തിലെയൊക്കെ ഒരു മെമ്പർ ആകുക എന്ന് പറഞ്ഞാൽ അതിന് ചില ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും മറ്റും കയറി അവിടെ ആകാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് പിടിപാടും കുറച്ച് കഴിവും വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും ന്യായപ്രമാണം ഒക്കെ അറിയുന്നവർക്കേ പറ്റത്തുള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ നിക്കോദെമോസ് ബെൻഗൂറിയൻ ധനികനായ ഒരു മനുഷ്യൻ യോസിഫസിന്റെ സഹോദരനായിരിക്കാം എന്ന് അനുമാനിക്കാം. സ്തോത്രം. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ നോക്കണമേ, നിക്കോദെമോസിനെ പറ്റി പറയുമ്പോൾ ഒന്ന്, അവനൊരു പ്രമാണിയ, ഒരു ലീഡറാണ്. സ്തോത്രം. അപ്പോൾ തന്നെ
സന്നദ്ധി സംഘത്തിലെ ഒരു മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സുപ്രീം കൗൺസിലിലെ ഒരു മെമ്പറാണ്. അപ്പോൾ തന്നെ ഒരു പരീക്ഷന, അപ്പോൾ തന്നെ ഇവ നല്ലൊരു ടീച്ചറാണ്. യഹൂദന്മാരുടെ നയപ്രമാണം പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറും കൂടെയാണ്. അറിവ് കൊണ്ടും പക്വത കൊണ്ടും പ്രായം കൊണ്ടും സ്തോത്രം ഹല്ലേലൂയ സൊസൈറ്റിയിൽ അറിയപ്പെട്ടവൻ, നല്ല സ്ഥാനമുള്ളവൻ, ഇങ്ങനൊരു മനുഷ്യനാണ് ഈ നിക്കോദെമോസ്. സ്തോത്രം. വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന, എല്ലാവരും അറിയപ്പെട്ടവനായ മനുഷ്യൻ, പരീശനാണ്, വേർപെട്ടവനായ മനുഷ്യൻ. ഇങ്ങനൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങള് ബഹുമാനിക്കപ്പെട്ട, അംഗീകരിക്കാൻ പറ്റിയ, സൊസൈറ്റിയിൽ മാനിക്കപ്പെട്ടതായ ഒരു മനുഷ്യനാണ് നിക്കോദെമോസ്. ഈ തൽമൂദിലെ ഈ പരീശന്മാരെ പറ്റി പറയുമ്പോൾ 7 രീതിയിലുള്ള പരീശന്മാരെ പറ്റി പറയുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എൻ്റെ സബ്ജക്റ്റ് കൊണ്ട് തീർക്കണമെങ്കിൽ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഒന്ന് ശേഖേമ്യ പരീശൻ. ഇവരെന്തെങ്കിലും പ്രയോജനം നേടാൻ വേണ്ടിയാണ് ന്യായപ്രമാണം അനുസരിക്കുക. ഞാനങ്ങ് തൊട്ട് പോകുന്നതേ ഉള്ളൂ. 2, ഇടറി വീഴുന്ന പരീശൻ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എളിയവനെ പോലെ തോന്നിയിട്ട് എപ്പോഴും തല കുനിച്ച് നടക്കും. നമുക്ക് ഈ അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് ഈ ചിക്കാഗോ, ന്യൂജേഴ്സി, ഈ ന്യൂയോർക്ക്, പ്രത്യേകിച്ച് ഈ 3 സ്റ്റേറ്റിൽ ചെല്ലാമെങ്കിൽ ഇതുപോലുള്ള ഈ ജ്യൂസിനെ കാണാനായിട്ട് സാധിക്കും. ഈ ജ്യൂസിൻ്റെ ഹെഡ് ക്വാർട്ടർ സ്ഥലങ്ങളാണ് മൻഹാട്ടൻ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ചിക്കാഗോ. ചിക്കാഗോയിൽ ധാരാളം സ്കോക്കി എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ യഹൂദന്മാർ, ലക്ഷക്കണക്കിന് യഹൂദന്മാർ അവിടെ താമസിക്കുന്നു. ഈ ടൈപ്പ് ആൾക്കാരെ കാണാൻ സാധിക്കും. പിന്നെ രക്തമൊലിക്കുന്ന പരീക്ഷ. സ്ത്രീയെ കാണാതിരിക്കാൻ, സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പാവമാണ്. സ്ത്രീയെ കാണാതിരിക്കാൻ ഇവരെപ്പോഴും തലയും കുനിച്ച് നടക്കും. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് വീഴും, മുറിവേൽക്കും, രക്തം ഒലിപ്പിക്കും. പിന്നെ വേറൊരു പരീക്ഷയുണ്ട്, ഉരൽ പരീക്ഷ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയും കളങ്കവും കാണാതിരിക്കാൻ വേണ്ടി ഉരലിൻ്റെ ടൈപ്പിലൊരു മാസ്ക് ഉണ്ടാക്കിയിട്ട് നടക്കും. സ്തോത്രം. അങ്ങനെ ഒരു തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്ന പരീക്ഷ. ഇനി വേറൊരു ടൈപ്പ് പരീക്ഷയുണ്ട്. ഇനി എന്ത് ചെയ്യണം പരീക്ഷ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് അധികമൊന്നും അറിവില്ല. ഇവരെന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ടെ ഇപ്പോൾ എൻ്റെ കടമ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന പരീക്ഷനുണ്ട്. പിന്നെ ഭീരുവായ പരീക്ഷന്മാരുണ്ട്. ഭാവി ന്യായവിധിയെ കുറിച്ച് ഭയന്നിട്ട് ന്യായപ്രമാണം അനുസരിക്കുന്ന പരീക്ഷ. എന്നാൽ വേറൊരു ടൈപ്പ് പരീക്ഷനുണ്ട്, 7ാമത്തത് സ്നേഹപൂർണനായ പരീക്ഷൻ. ഇവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്തോത്രം പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സേവിച്ച് ന്യായപ്രമാണം അനുസരിക്കുന്ന പരീക്ഷന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കി ഒരു വ്യക്തിയോടെ ഇടപെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, 99 മരുഭൂമി വിട്ടിട്ട് ഒന്നിനെ തേടിയവനാണ് നമ്മുടെ കർത്താവ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെല്ലാരേക്കാളും ഒരു വ്യക്തിയുടെ ആത്മാവിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഒരുത്തരെ നമുക്ക് തള്ളാനും പറ്റത്തില്ല. സ്തോത്രം. ആരെ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഓരോ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, നാം കടപ്പെട്ടിരിക്കുന്നവരിൽ നാം സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നാം ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ദൈവമക്കളെ അവരെ കൂടെ എല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. ഇവിടെ രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക് ഇവൻ വരികയാ. ആരെ? നിക്കോദെമോസ്. പകല് വരാനായിട്ട് തനിക്ക് പേടിയാ. വേദശാസ്ത്രിമാർ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ റബിമാര് സാധാരണ രാത്രിയിലാണ് ഡിസ്കഷൻ സമയം എടുക്കുന്നത്. എനിക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ സാധാരണ
നേരത്തെ ഫുഡ് കഴിഞ്ഞിട്ട് അവർ നേരത്തെ കിടന്ന് ഉറങ്ങി. അവർ ഏർലി മോർണിംഗിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുന്ന ഒരു സംഭവമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ രാത്രി കടന്നു വരുവാൻ കാരണം, ഒന്ന്, ഇവൻ സുപ്രീം കൗൺസിൽ സന്നദ്ധി സംഘത്തിലെ മെമ്പറാ. ഇവനൊരു പരീശനാണ്. ഇവൻ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവനാണ്. സ്തോത്രം. ആ സൊസൈറ്റിയിൽ ഉന്നതനായ ഒരു മനുഷ്യനാണ്. സ്തോത്രം. തൻ്റെ പൊസിഷൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പരസ്യമായിട്ട് പകൽക്കാലം യേശുവിൻ്റെ അടുത്ത് കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല. താൻ പേടിച്ച് രാത്രി കടന്നു വരികയാണ്. തനിക്ക് പേടിയുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ മെസ്സേജിന്റെ ഒടുവിൽ ഞാനൊരു ഭാഗം എടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടുവെക്കുമ്പോൾ അറിയാം ഇവന് പേടിയുണ്ടോന്ന്. സ്തോത്രം. നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് ഭയത്തോടെ കടന്നു വരികയാണ്. സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യ ഭയം എന്നും ഒരു കെണിയ. ആരെങ്കിലും നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ കെണിയായി മാറും. സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം 1-ാം അധ്യായം തുടങ്ങുമ്പോഴേ അവിടെ ഇരുളിനെയും വെളിച്ചത്തെയും രണ്ടായിട്ട് തിരിച്ചു പഠിപ്പിക്കുന്നു. ഇരുളിനെയും വെളിച്ചത്തെയും, സ്തോത്രം, രണ്ടായിട്ട് തിരിച്ചു പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. ദൈവമക്കളെ, നാം ഇരുളിനുള്ളവരല്ല, നാം വെളിച്ചത്തിനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യു ലോർഡ് കീപ്പിംഗ് മൈ ലാംപ് ബേണിംഗ്, മൈ ലോർഡ് ടേൺ മൈ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഒരു കാലത്ത് ദൈവമക്കളെ, നാം ഇരുട്ടിനുള്ളവരായിരുന്നു, ഇരുട്ടിക്കൂടെ നടന്നവരായിരുന്നു, ഇരുട്ടിന്റെ പ്രവർത്തികൾ ചെയ്തവരായിരുന്നു, ഇരുട്ടിന് കൂട്ടാളികളായിരുന്നു. നീ എൻ്റെ ദീപത്തെ കത്തിച്ചു. ദൈവം നമ്മുടെ ദീപത്തെ കത്തിച്ചു. നമ്മുടെ ഉള്ളിൽ ഒരു ദീപത്തെ കത്തിച്ചു. നമ്മുടെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ലേഖനം 5:8 പറയുന്നു, മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഇപ്പോഴോ, സ്തോത്രം, കർത്താവിൽ വെളിച്ചമായിരുന്നു. കർത്താവിലാണ് വെളിച്ചമായത്. സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:5-6 വാക്യങ്ങളിൽ ദൈവം വെളിച്ചമാകുന്നു. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ നോക്കിക്കേ, വെളിച്ചത്തെയും ഇരുട്ടിനെയും രണ്ടായിട്ട് തിരിച്ചവിടെ കാണിക്കുകയാണ്. നോക്കണമേ. സ്തോത്രം. നിക്കോദോമസ് തെരഞ്ഞെടുത്തെന്നറിയാവോ? രാത്രിയിലാണ്. താൻ ടീച്ചറാണ്, ഉന്നത പദവികളുണ്ട്, സുപ്രീം കൗൺസിലെ പദവികളുണ്ട്, സകലതുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഇതൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് ഭയമാണ്. താൻ തെരഞ്ഞെടുത്തത് രാത്രിയാണ് യേശുവായിട്ട് ബന്ധപ്പെടുവാൻ. എങ്കിലും ദൈവമക്കളെ, ഇവനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നിക്കോദോമസിനെ അപ്രിഷ്യേറ്റ്. യേശുവിനെ കാണുവാൻ ഒരു ആഗ്രഹം ഉണ്ടായല്ലോ. ഏതോ ദിവസത്തിൽ പലർക്കും യേശുവിനെ കാണുവാൻ ഇതുപോലെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഈ ആഗ്രഹമുള്ളവരെ എല്ലാം ഈ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാലോ, ഒരിക്കൽ സക്കായിക്ക് ഭയങ്കര ആഗ്രഹം. എങ്ങനെ? യേശു എങ്ങനെയുള്ളവൻ. പക്ഷെ തെരഞ്ഞത് എവിടുത്തതാണ്? സ്തോത്രം. കാട്ടത്തിമരവാ തെരഞ്ഞെടുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. കാട്ടത്തി മരത്തിൽ കയറി നിന്നുകൊണ്ട് യേശു എങ്ങനെയുള്ളതെന്ന് ഒളിഞ്ഞു നോക്കുക. എന്നെ കാണരുത്, യേശുവിനെ എനിക്ക് കാണണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മളെ മൊത്തമായി കാണുന്ന ഒരു ദൈവം, നമ്മുടെ നടപ്പ് കാണുന്ന ദൈവം, നമ്മുടെ ഇരിപ്പ് കാണുന്ന ദൈവം, നമ്മുടെ സംസാരം കാണുന്ന ദൈവം, ഹല്ലേലൂയ, സകലതും വിവേചിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം അറിയുന്ന ദൈവം, നമ്മുടെ രഹസ്യം അറിയുന്ന ദൈവം, നമ്മുടെ പരസ്യ ജീവിതം അറിയുന്ന ദൈവം, സകലതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഒന്നും മറച്ചു വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിക്കോദോമസ് തെരഞ്ഞെടുത്തത് രാത്രിയാ. ഇദ്ദേഹത്തിന്റെ യാത്ര എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എങ്ങനെയാണെന്നറിയാവോ? 2 വള്ളത്തേലാ.
പകൽക്കാലം സുപ്രീം കൗൺസിലെ മെമ്പറും ഉന്നതമായ പദവിയും തന്റെ ഔദ്യോഗിക ജീവിതവും എല്ലാം അവിടെ കീപ്പ് ചെയ്യണം. അപ്പോൾ രാത്രി യേശു വേണം. ഇന്ന് രാത്രി ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. 2 വള്ളത്തേലുള്ള യാത്ര വളരെ അപകടം. സ്തോത്രം. 2 വള്ളത്തേലുള്ള യാത്ര അധികം അപകടമാണ്. സ്തോത്രം. ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്കിൽ പറയുന്നത് എന്തുവാ? നിങ്ങൾ എത്രത്തോളം 2 തോണി കാല് വെക്കും? ഒന്നീ ബാല്, അല്ലെങ്കിൽ ജീവനുള്ള ദൈവം. സ്തോത്രം. ഒന്നീ സംഘത്തിൽ നിന്നോണം, അല്ലെങ്കിൽ യേശുവിനെ ഡീസന്റ് ആയിട്ട് ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെച്ച് ആരാധിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യാക്കോബ് പറയുന്നുണ്ട്, ഡബിൾ മൈൻഡഡ് മെൻ, ഇരുമനസ്സുള്ളവന്റെ, ഹല്ലേലൂയ, സ്തോത്രം, വഴികളൊക്കെ അൺസ്റ്റേബിൾ ആണ്, അസ്ഥിരനാണ്. സ്തോത്രം. വേദപുസ്തകത്തിലെ 2 മനസ്സോടിരുന്നത് ഈ പ്രസംഗം കേട്ട ഒരു വ്യക്തി നമുക്കറിയില്ല. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ത്രോവസ് വന്ന് പ്രസംഗിക്കുക. രാവിലെ പുള്ളിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. സ്തോത്രം. വലിയൊരു കൺവെൻഷൻ നടക്കുക. 3rd ഫ്ലോറിലാണ്. ആ ബിൽഡിങ്ങിന്റെ 3rd ഫ്ലോറിലെ ഹോളിൽ വെച്ച് നടക്കുക. സ്തോത്രം. കൺവെൻഷൻ തനിക്ക് യാത്ര രാവിലെ ചെയ്യേണ്ടത് കൊണ്ട് തന്റെ ഷിപ്പ് രാവിലെയാണ്. താൻ കൺവെൻഷൻ അങ്ങ് നീട്ടി, പ്രസംഗം നീട്ടി, മിഡ്നൈറ്റ് വരെയും പോയി. ഇവിടെ 12 മണിയാകുമ്പോൾ നമ്മളൊക്കെ എവിടെയാ? 1 മിനിറ്റ് ആരാധന കൂടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. 3 മണി വരെ നമ്മുടെ ചർച്ചിൽ നിന്ന് സംസാരിക്കും. അമേരിക്കയിലെ കാര്യമാണ്, നാട്ടിലെ അല്ല കേട്ടോ. ഇവിടുത്തെ സമയം. സ്തോത്രം. പക്ഷെ 1 മിനിറ്റ് പോലും, ദൈവമക്കളെ, നമുക്കിവിടെ സ്വന്തമായ ചർച്ചുണ്ട്. നമ്മുടെ ചർച്ചുകളൊക്കെ 3, 4, 5 ഏക്കറിലാ. 10, 15, 20 ഏക്കറിലുള്ള പെന്തക്കോസ്ത് സഭകൾ അമേരിക്കയിലുണ്ട്. എന്തോ ഫെസിലിറ്റിയാ അല്ലേ? ജിം ഒരിടത്ത്, ഫെലോഷിപ്പുകളുള്ളിടത്ത് 1000 പേർക്ക് ഇരിക്കുന്ന കഴിക്കാവുന്ന ഫെലോഷിപ്പുകള്, ജിമ്മ്, എന്തെല്ലാം സൗകര്യമുണ്ട്. പക്ഷെ 1 മിനിറ്റ് മുന്നോട്ട് പോകുക നമുക്ക് പ്രയാസമാണ്. സ്തോത്രം. ഗൾഫിലൊക്കെ 2 മണിക്കൂർ ആരാധനയ്ക്ക് നമുക്ക് വർഷിപ്പ് ഹാള് തന്നാൽ 1 മിനിറ്റ് കൂടുതലെടുക്കാൻ അവരെ അനുവദിക്കത്തില്ല. അതിനുള്ളിൽ എങ്ങനെങ്കിലും പിടിച്ചാണ് നിർത്തുന്നത്. ഇവിടെ സ്വന്തമായിട്ടുണ്ടെങ്കിലും നമുക്ക് ആരാധന വേണ്ട. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സ്തോത്രം. ഈ യൂത്ത് കോസ് എന്ത് ചെയ്യുന്നറിയാവോ? കിളിവാതിലിരുന്നു, 3-ാം നിലയിലെ കിളിവാതിലിരുന്നു കൊണ്ട് പൗലോസിന്റെ പ്രസംഗം കേൾക്കുക. ഇടയ്ക്കിടയ്ക്ക് പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കിളിവാതില്ല തനിരിപ്പ്, നല്ല കാറ്റും കൊണ്ട് എല്ലാം നല്ലവണ്ണം ലോകമെല്ലാം കാണാം. 3rd ഫ്ലോർ. പക്ഷെ ഇച്ചിരി കഴിഞ്ഞ ഉറങ്ങി നേരെ തലേ കുത്തി താഴെ കിടന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇരുമനസ്സുള്ളവന്റെ വഴിയിലൊക്കെയും അത് അസ്ഥിരനാണ്. ദൈവത്തെ സേവിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, ഹല്ലേലൂയ, സ്തോത്രം, നാം ദൈവത്തെ സേവിക്കണം. ഇരുമനസ്സോടെ ദൈവത്തെ സേവിച്ചാൽ അത് വളരെ അപകടമാണ്. സ്തോത്രം. നിക്കോദോമസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിന് പറയുക, സ്തോത്രം, നീ ദൈവത്തിന്റെ അടുക്ക് നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. തനിക്ക് യേശുവിനെ കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആഗ്രഹത്തോട് രാത്രിയിൽ വന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, സ്തോത്രം, നാം രാത്രിക്കുള്ളവരല്ല, രാത്രിയുടെ അനുഭവമുള്ളവരല്ല. സ്തോത്രം. രാത്രിയിൽ വന്നിട്ടുള്ള പലരെയും ദൈവം പകലിൽ ഇറക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയല്ലേ? സ്തോത്രം. പൈനിയർ വർക്ക് ചെയ്യുന്നവർക്കേ അത് അറിയത്തുള്ളൂ. സ്തോത്രം. ഞങ്ങളൊക്കെ ഗൾഫിൽ സഭകൾ സ്ഥാപിച്ച കാലത്ത്, സ്തോത്രം, അവിടുത്തെ സമുദായ സഭകൾക്ക് പെന്തക്കോസ്ത് സഭകളെ കൊണ്ട് തലവേദനയാണ്. കാരണം 1 മാസം എങ്ങനായാലും 10 പേരെങ്കിലും സമുദായ സഭ വിട്ട് സ്നാനപ്പെട്ട് വരും. ആദ്യമൊക്കെ അവർ ഇതുപോലെ 2 തോണിയിലാണ്. ദുഃഖവെള്ളിയാഴ്ചയാകുമ്പോൾ പള്ളിയിൽ പോകും. എന്നാൽ വചനം പഠിച്ച് അവർ ധൈര്യമായി മുന്നോട്ടിറങ്ങും.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നിക്കോദോമോസ് രാത്രി യേശുവിന്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, നീ ദൈവത്തിങ്കിൽ വന്നൊരു ഉപദേഷ്ടാണ്. യേശുവിനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടാ പറഞ്ഞത് കേട്ടോ, പുകഴ്ത്തിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊന്നും കേട്ടാൽ യേശു ഹല്ലേലൂയ സ്തോത്രം പൊങ്ങുന്നവനോ മനസ്സ് മാറുന്നവനല്ല. യേശു ഇമ്മീഡിയറ്റ് കൊടുത്ത ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കണം. സ്തോത്രം. നോക്കിക്കേ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ആരെങ്കിലും നമ്മളെ പൊക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നുപോകും. നമ്മൾ അവരോട് പറഞ്ഞ ദൂത് പറയാൻ വേണ്ടി ചെന്നെങ്കിൽ നമ്മളെ ഒന്ന് പൊക്കിയാൽ മതി, അതെല്ലാം മറന്നു പോകും. പിന്നെ നമ്മൾ വേറൊരു വഴിയായി. സ്തോത്രം. നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് രാത്രി വന്ന നിക്കോദോമസ് യേശുവിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞെങ്കിലും അവനോടുള്ള ദൂത് കുറഞ്ഞില്ല. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കണം. എനിക്ക് സ്വർഗരാജ്യം കാണത്തില്ലെന്നോ. അനോഥോൻ എന്നൊരു ഗ്രീക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന്, മേലിൽ നിന്ന്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3:31 പറയുന്നുണ്ട്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവരും മീതെയുള്ളവൻ. മേലിൽ നിന്ന്, ഉയരത്തിൽ നിന്നൊരു ജനനം ആവശ്യമാണ്. നിക്കോദോമസ് വളരെ ഭാരപ്പെട്ടു. ഇന്നുവരെ താൻ കേൾക്കാത്തൊരു വാക്ക. ഇനിയും വീണ്ടും ഒരു ജനനം കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിക്കോദോമസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധിക്കും? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും ജനനം എന്തെന്ന് മനസ്സിലാകുന്നില്ല. സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, നീ വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം. ഇന്ന് വരെ താൻ കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. ദൈവമക്കളെ, ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് സമുദായ സഭകള്, സ്തോത്രം, പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. സമുദായ സഭകൾ പഠിപ്പിക്കുന്നത് എന്തുവാ? സ്തോത്രം, ഈ വെള്ളമെന്ന് പറഞ്ഞാൽ മാമോദീസ കുഞ്ഞിനെ മുക്കിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പിന്നെ വീണ്ടും വേറൊരു ജനനത്തിന്റെ ആവശ്യമില്ല. ഇത് സ്വർഗരാജ്യത്തിൽ കടക്കും. ഇത് കൂട്ടി ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കൾ, എന്താണ് വീണ്ടും ജനനം? എന്താണ് വെള്ളം? എന്താണ് സ്തോത്രം യേശു പറഞ്ഞ ആത്മാവ്? എങ്ങനെയുള്ളതാണ് വീണ്ടും ജനനം? ദൈവമക്കളെ, വീട്ടിൽ ജനിച്ചവന്റെ വീട്ടിൽ ജനിക്കുന്നതല്ല വീണ്ടും ജനനം. വീണ്ടും ജനിച്ചവന്റെ കൂടെ നടന്നാൽ വീണ്ടും ജനനമാകത്തില്ല. സ്തോത്രം. അവന്റെ കൂടെ ജോലി ചെയ്താൽ വീണ്ടും ജനനമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3:6 പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചതോ ആത്മാവാകുന്നു. സകല മനുഷ്യരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു. അത് പ്രാകൃതവും ജേഡികവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാം ജനനം പ്രാകൃതവും ഭൗതികവും ആകുന്നു. അതിന്റെ അവസാനം നാശമാകുന്നു. എന്നാൽ വീണ്ടും ജനനം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അത് ആത്മികവും സ്വർഗീയ സ്വഭാവത്തെയും കാണിക്കുന്നു. അതിന്റെ അന്ത്യം നിത്യജീവനാണ്. അതിന്റെ അന്ത്യം നിത്യജീവനാണ്. വീണ്ടും ജനനം. സ്തോത്രം. ദൈവമക്കളെ, പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:17 Therefore, if anyone in Christ is a new creation, ഒരുവൻ ക്രിസ്തുവിലായാൽ, വീണ്ടും ജനനം സംഭവിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം. വീണ്ടും ജനനം മരണത്തിൽ നിന്നുള്ള ഉയർപ്പ. സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 3:4 നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
യോഹന്നാൻ 3:7 ദൈവ കൽപ്പനയാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രമാണമാണ് വീണ്ടും ജനനം. എങ്ങനെ വീണ്ടും ജനിക്കുക? ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജിന്റെ പ്രധാന ഭാഗം കിടക്കുന്നേ ഉള്ളൂ. അവിടെ കൊണ്ട് പെട്ടെന്ന് ഞാൻ തീർക്കാം. 51 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. റോമാലേഖനത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:40 പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, എല്ലാവരും പാപം ചെയ്തു. പാപിയായ മനുഷ്യൻ. സ്തോത്രം. ദൈവവചനമാകുന്ന വെള്ളം, ഇവിടെ വെള്ളം എന്ന് പറയുന്നത് വചനമാകുന്ന വെള്ളം. ഞാൻ വാക്യം ഒടുവിൽ തരാം. വാക്യത്തെ വാക്യം കൊണ്ട്, ബൈബിളിനെ ബൈബിൾ വാക്യം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. സ്തോത്രം. ദൈവവചനം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ ദൈവവചനം കേൾക്കണം. അതുകൊണ്ട് ആ ദൈവവചനം പ്രസംഗിക്കണം. സ്തോത്രം. ദൈവവചനം കേൾക്കണം. ദൈവവചനം കേട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അത് ക്രിയ ചെയ്യും. ക്രിയ ചെയ്യുമ്പോൾ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകും. ഇന്നത്തെ മാനസാന്തരമല്ല, പണ്ടത്തെ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുക, പാപത്തെ കുറിച്ചുള്ള പശ്ചാത്തലത്തോട് നിലവിളിക്കുക. ഒരിക്കല് ഞാൻ ബോംബെയിലെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ബോംബെയിലെ വെസ്റ്റേൺ റെയിൽവേയുടെ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയെ മരിച്ചുപോയ ഈപ്പച്ചാൻ എന്ന പേര് ബോംബെ ജീവിച്ചവർക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു വലിയ പിന്മാറ്റക്കാരനായിരുന്നു, വലിയൊരു മദ്യപാനിയായിരുന്നു. ഞങ്ങൾ കുറച്ച് 10-15 പേര് ഗോരഗോണിൽ ഒരു സ്കൂളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഞാൻ പാസ്സായിട്ടില്ല, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. എനിക്ക് നല്ലവല്ലോ പ്രസംഗിക്കാനൊന്നും അറിയില്ല. ശക്തമായ ആത്മാവിന്റെ വ്യാപാരം നടന്നപ്പോൾ ഈപ്പച്ചാനിൽ ദൈവാത്മാവ് ക്രിയ ചെയ്തു. താൻ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണു. സ്തോത്രം. തന്നെ നിലവിളി ഇന്നും മറക്കാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മരിച്ചുപോയത്. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. ആ വലിയ മാനസാന്തരം ദൈവവചനം ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം വരും, നിലവിളിക്കും, പാപത്തെക്കുറിച്ച് ബോധം വരും. സ്തോത്രം. ഹല്ലേലൂയ. പാപമേറ്റു പറയും വചനത്തിന് മുമ്പിൽ. അതാണ് സ്തോത്രം. നീ വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ വെള്ളം വചനമാ. ഞാൻ വാക്യം തരാം. വചനത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവാകുന്ന ആത്മാവ് ക്രിയ ചെയ്യുമ്പോൾ വലിയ മാനസാന്തരം ഉണ്ടായി. പാപമേറ്റു പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിനോട് പാപമേറ്റു പറയും. മനുഷ്യരോടല്ല, ഹല്ലേലൂയ സ്തോത്രം, മറ്റാരോടുമല്ല, ദൈവത്തോട് പാപമേറ്റു പറയുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കും. യേശുവിന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കും. അന്നേരം കിട്ടുന്ന ഹല്ലേലൂയ അനേക അനുഭവങ്ങളിൽ ഒരു ബ്ലെസ്സിങ്ങിൽ ഒന്നാണ് സ്തോത്രം ബോൺ അഗെയിൻ, വീണ്ടും ജനനം. ഈ ജനനം ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയൊരു സ്നേഹം. എങ്ങനെയാണ് യേശുവിനെ ദൈവമകളായി തീർന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുക. സ്തോത്രം. പെന്തക്കോസ്ത് ജനിച്ചാൽ, പാർശ്വ മോനായിട്ട് ജീവിച്ചാൽ, പാർശ്വരായിട്ട് ജീവിച്ചാൽ വീണ്ടും ജനനമാകത്തില്ല. ഈ വീണ്ടും ജനിക്കാത്തവരെല്ലാം ആത്മീകോളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്, പാടാൻ കയറുന്നുണ്ട്, വാദ്യോപകരണങ്ങൾ വായിക്കുന്നുണ്ട്, മ്യൂസിക് വായിക്കുന്നുണ്ട്, സകലതും ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും ജനനം നടന്നിട്ടില്ല. കമ്മിറ്റി വരെ മെമ്പറാകാം, കൗൺസിൽ മെമ്പറാകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വീണ്ടും ജനനം നടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ദൈവവചനമാകുന്ന വെള്ളം എന്ന് പറയുന്നത് വചനം. 1 പത്രോസ് 1:23
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും ജനനം. വചനത്താൽ, വചനമാകുന്ന വെള്ളത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 5:26 വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധി ഇരിക്കുന്നു. യോഹന്നാൻ 1:18 അവന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനം വചനം സത്യത്തിന്റെ വചനത്താലാണ്. എത്ര വാക്യം തന്നു? 1, 2, 3, 4. സ്തോത്രം. സുവിശേഷം. എഫേസ്യ ലേഖനം 1:13 സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും സുവിശേഷത്താലാണ്. നിക്കോദോമസിനോട് പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കുക. സുവിശേഷം ശരിക്കും അങ്ങോട്ട് പറഞ്ഞിട്ട് നോക്കിക്കേ, അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് നിഴലായ, സ്തോത്രം, ഹല്ലേലൂയ, പിച്ചള സർപ്പത്തെ ഉയർത്തിയ കാര്യവും പറഞ്ഞതിന് ശേഷം പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ചു. നീ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കണം. വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ വചനത്താലുള്ള വീണ്ടും ജനനമാണ്. അത് ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനമാണ്. അത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. സ്തോത്രം. അത് പുതിയ ജീവിതത്തിൽ പുതിയ ക്രിയേഷനാണ്. പ്രൈസ് ലോർഡ്. നീ ആത്മാവിനാൽ ഒരു വിടുതലുണ്ട് കേട്ടോ. അവർ കൊടുത്തിരിക്കുന്ന ആത്മാവിനെ പറ്റി വായിക്കുക. എസ്കേൽ പ്രവചനം 36:26-27 വായിക്കാവോ ലൗലി മാമ? സ്തോത്രം. എസ്കേൽ പ്രവചനം 36:26-27 വാക്യം. എസ്കേൽ പ്രവചനം. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായി ഞാൻ പണിതു. 36:26-27. എസ്കേൽ 36:27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഒരു പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. കല്ലായ ഹൃദയം, കഠിനമായ ഹൃദയം, മാനസാന്തരമില്ലാത്ത ഹൃദയം, ഹല്ലേലൂയ, കാഠിന്യപ്പെട്ട ഹൃദയം, അതിനെ മാറ്റി പുതിയൊരു ഹൃദയം തരും. പ്രൈസ് ലോർഡ്. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഒരു അനുഭവമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇനി ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. വീണ്ടും ജനനം പ്രാപിച്ചാൽ 7 അനുഗ്രഹങ്ങളെ കുറിച്ചുണ്ട്. അത് പറയാനായിട്ട് എനിക്ക് സമയമില്ല. 1, ദൈവ മന്ദിരമാകും. 2, ദൈവ സ്വഭാവമുള്ളവരാകും. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാകും. വീണ്ടും ജനം പ്രാപിച്ചവർ ദൈവത്തോട് അനുരൂപരാകും. വീണ്ടും ജനം പ്രാപിച്ചവർ എപ്പോഴും ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ലോകത്തെ ജയിക്കുന്നവരാകും. അവർ പാപം ചെയ്യുന്നില്ല, നീതി പ്രവർത്തിക്കുന്നവരാകും. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാകും. അവർ നിത്യജീവൻ അവകാശികളായിത്തീരും. അത് വീണ്ടും ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്ന് എൻ്റെ മെസ്സേജ് തീർത്താൻ പോവുകയാണ്. ഇനിയും ശ്രദ്ധിക്കണമേ. ഇത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ. നിക്കോദോമസ് ആ രാത്രിയിൽ യേശുവിൻ്റെ അടുത്തുനിന്ന് പോയി. താൻ ഒരു ഡിസിഷനും എടുത്തില്ല, ഒരു തീരുമാനവും എടുത്തില്ല. യേശു കർത്താവ് ചെയ്യേണ്ട ജോലി എങ്ങനെ ചെയ്യുന്നറിയാം? വചനമാകുന്ന വിത്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഇത് രാത്രി ദൈവമക്കളെ, നമ്മുടെ ജോലി വചനം പറയാനാ. ആ വചനം നഷ്ടമാകത്തില്ല. അത് കേൾക്കും കേട്ടോ. അത് കേൾക്കും. നിങ്ങൾ സുവിശേഷം പറഞ്ഞവരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ടവരെ പലയിടത്തും കാണാനായിട്ട് സാധിക്കും. ഇന്ന ദിവസങ്ങളിൽ ദൈവദാസ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നതാ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, വചനം ഒരിക്കലും വചനം വിത്താണ്. ഇത് കെട്ടുപോകത്തില്ല. വിതച്ചാ മതി. ഇത് കേൾക്കും. നിക്കോദോമസിന്റെ ഉള്ളിലേക്ക് ഈ വചനം അങ്ങോട്ട്. നിക്കോദോമസ് ഒന്നും പറഞ്ഞില്ല, രാത്രിയിൽ മടങ്ങിപ്പോയി. എന്നാ നിങ്ങൾ നോക്ക്, നിക്കോദോമസിനെ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 50-51 വാക്യങ്ങളിൽ വരുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കൂടാരപ്പെരുന്നാൾ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് അനേക അഭിപ്രായങ്ങൾ ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 അഭിപ്രായം, ഡിഫറെന്റ് ഒപ്പീനിയനാ പറഞ്ഞിരിക്കുന്നത്.
ഇവനെ പിശാചുള്ളവനാണ്, ഇവൻ അതാണ് ഇതാണ്, ഇതെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സേവകരെ പരീക്ഷമാർ എന്ത് ചെയ്ത്? കുറെ പട്ടാളക്കാരെ അയച്ചു യേശുവിനെ പിടിക്കാൻ. കൂടാരപ്പെരുന്നാളിന്റെ ഒടുവിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞ അങ്ങോട്ട് പ്രസംഗം കേട്ടപ്പോൾ സേവകർക്ക് പിടിക്കാൻ പറ്റിയില്ല. അവർ മടങ്ങിപ്പോയി. പരീശന്മാർക്ക് അരിശമായി. അവർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചില്ല? അവർ പറഞ്ഞു, അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ടാൽ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും? സ്തോത്രം. പരീശന്മാർ ചോദിക്കുക, സ്തോത്രം, നമ്മുടെ കൂട്ടത്തിലുള്ള പരീശന്മാരും പലരും അവരോട് ചേർന്നോ? അവർക്ക് ഡൗട്ടായി. അപ്പോഴാണ് നിക്കോദോമോസ് പറയുന്നത്, സ്തോത്രം, അവന്റെ വായിൽ നിന്നുള്ള അവന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, അന്ന് രാത്രിയിൽ യേശു വിട്ട ദൈവത്തിന്റെ വചനം നിക്കോദോമസിന്റെ ഉള്ളിൽ അങ്ങോട്ട് ക്രിയ ചെയ്തിട്ട്, നോക്കിക്കേ, പതുക്കെ പതുക്കെ രഹസ്യമായി ആരാധിച്ചവൻ, രാത്രി യേശുവിനെ പിൻപറ്റിയവൻ, രാത്രി യേശുവിനെ വന്ന് കണ്ടവൻ, നോക്കിക്കേ, ഇവിടെ പതുക്കെ വെളിയിലേക്ക് വരാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒളിച്ചും പാത്തും കർത്താവിനെ സേവിക്കുന്ന പലരെയും ദൈവം പരസ്യമായിട്ട് കൊണ്ടുവരും. യേശുവിനെ അവൻ പരസ്യമായിട്ട് തങ്ങളുടെ പരീശന്മാരുടെ മുമ്പിൽ സാക്ഷിച്ചു. ദൈവത്തിന്റെ വചനം വിതച്ചാ മതി, അത് കിളുക്കും. ഹല്ലേലൂയ. നാം ആരോടെങ്കിലും വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാകത്തില്ല. ആത്മാവ് വിടുതൽ പ്രാപിക്കവർ ഉള്ളിൽ ആ വചനം കടന്ന് കത്തിക്കൊണ്ടിരിക്കും. അതൊക്കെ പോയിട്ട് നോക്കിക്കേ നിങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. സ്തോത്രം, തൻ പ്രാണനെ വിട്ടു. യേശുവിന്റെ ശിഷ്യന്മാരാരും ആ ക്രൂശിന് അടുത്തില്ല. യോഹന്നാൻ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. യോഹന്നാനും മദ്ദലക്കാരത്തി മറിയ പോയി, യേശുവിന്റെ അമ്മ മറിയ പോയി, എല്ലാരും. ഒരുത്തരു പോലും ആർക്കും ഒന്നും ചെയ്യാൻ മേലാത്ത സാഹചര്യം. സ്തോത്രം. ശബത് തുടങ്ങാൻ പോവുകയാ. സാധാരണ ക്രൂശീകരണത്തിൽ ക്രൂശി കിടക്കുന്ന ഒറ്റ ഡെഡ് ബോഡി പോലും താഴെ ഇറക്കി അടക്കിയ ചരിത്രമില്ല. കാരണം ആ ഡെഡ് ബോഡി മുഴുവൻ തിന്നത് കഴുകന്മാരാണ്. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് അരിമീത്തക്കാരനായ യോസേപ്പും, സ്തോത്രം, നിക്കോദോമസും കൂടെ ചേർന്ന്, നോക്കിക്കേ, സ്തോത്രം, അന്ന് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്ന് വീണ്ടും ജനനം എന്തെന്ന് മനസ്സിലാക്കി നിക്കോദോമസ്, നോക്കിക്കേ, സ്തോത്രം, എലിമാളത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ചങ്കം കാണിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജനം ചോദിക്കാൻ പീലാത്തോസിന്റെ അടുത്ത് ചെന്നു. ഇതാണ് യഥാർത്ഥമായ വീണ്ടും ജനനം. കടമപ്പെട്ടവർ, സൗഖ്യം പ്രാപിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ, കുഷ്ഠരോഗികൾ സൗഖ്യമായവർ, കണ്ണുപൊട്ടന്മാർ സൗഖ്യമായവർ, പക്ഷപാതരോഗികൾ സൗഖ്യമായവർ, ഉയർത്ത ലാസർ, ഇവരാരും ഒരിക്കലും ഒരിടത്തും വന്നിട്ടില്ല. ഇവരാരും മുന്നോട്ട് വരാത്ത സ്ഥലത്ത് ഒരു രഹസ്യ ശിഷ്യൻ, ഹല്ലേലൂയ, ഒരു രഹസ്യ വിശ്വാസി, വീണ്ടും ജനനം പ്രാപിച്ചവൻ ചങ്കം കാണിച്ച പീലാത്തോസിന്റെ അടുത്ത് വന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ ഒളിച്ചിരിക്കുവാനല്ല, ഒളിച്ചിരുന്ന് ദൈവത്തെ സേവിപ്പാനല്ല, ധൈര്യമായിട്ടൊരു റിസ്ക് എടുത്ത് യേശുവിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ ഒരുത്തരുമില്ലാതിരുന്നപ്പോൾ, നോക്കിക്കേ, ഹല്ലേലൂയ, സ്തോത്രം, നിക്കോദോമസും യോസേപ്പുമായിട്ട് മുന്നോട്ട് വന്നു. അരിമേത്യക്കാരായ യോസേപ്പ് കല്ലറ അവിടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങി. 45 കിലോ, 45.456 കിലോഗ്രാം, സ്തോത്രം, സുഗന്ധദ്രവ്യം നിക്കോദോമസ് യേശുവിന്റെ ദേഹത്ത് പൊതിഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, ഒരു മർമ്മം കൂടെ ഞാൻ പറയാം. ഈ 45 കിലോ പൊതിഞ്ഞ് ഒരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നത്, അത് ഹല്ലേലൂയ സാധാരണക്കാരല്ല.
രാജാക്കന്മാരെ അടക്കുമ്പോഴേ ഇത്രയും വലിയ കൂട്ടിടത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞതിനാണ് യേശുവിനെ കാൽവറി ക്രൂശിച്ചത്. പീലാത്തോസ് എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. ഈ പരീശന്മാർ എന്ന് വെച്ച് പറഞ്ഞു, ആ മേലെടുത്തെടുക്കണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, എഴുതി ഞാൻ എടുക്കത്തില്ല. യഹൂദൻ യേശുവിനെ രാജാവായി അംഗീകരിക്കാതിരുന്നപ്പോൾ, പരീശന്മാർ യേശുവിനെ രാജാവായി അംഗീകരിക്കാതിരുന്നപ്പോൾ, നോക്കിക്കേ സ്തോത്രം, ഈ രഹസ്യ ശിഷ്യന്മാർ വെളിയിൽ വന്ന് ഇവൻ രാജാവാണെന്ന് പറഞ്ഞവനെ സ്തോത്രം യോസേപ്പിന്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്തു. ദമസ്കോസ് ഗേറ്റിന്റെ വാതുക്കൽ ഇന്ന് ദേശം 1-2 ഏക്കറോളം സ്ഥലത്ത് ഇന്നും ചെന്നാൽ കാണാം മനോഹരമായ പാറയിൽ വെട്ടിയ തുറക്കപ്പെട്ട കല്ലറ. അത് ജോസേപ്പിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. സ്തോത്രം. രാജാക്കന്മാരെ അടക്കുന്നത് പോലെ അടക്കം ചെയ്യുവാൻ, യേശുവിന്റെ ശരീരത്തിന് കൊടുക്കേണ്ട മാന്യത കൊടുക്കുവാൻ ദൈവമക്കളെ, ദൈവം ഒരുക്കി രഹസ്യ ശിഷ്യന്മാരെയാ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വയലെ ഒളിച്ചും പാത്തും ദൈവത്തെ സാക്ഷിക്കാനല്ല, റിസ്ക് എടുത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇറങ്ങിയവനെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് പിന്നെ യേശുവും വേണ്ട, സാക്ഷിയും വേണ്ട, ഒന്നും വേണ്ട. ശങ്കം കാണിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നവനെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ നമുക്ക് നിക്കോദോമസിന്റെ വിഷയം എടുത്തത് ഹല്ലേലൂയ മറ്റൊന്നുമല്ല, ഈ ഭാഗം ഒന്ന് ഹല്ലേലൂയ ഹൈലൈറ്റ് ചെയ്യുവാനാണ്. സ്തോത്രം. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ ഈ നിക്കോദോമസിന് എന്തു പറ്റിയെന്ന്? ശബത്ത് കഴിഞ്ഞ് യഹൂദന്മാർ സ്തോത്രം നേരെ കാൽവരി ക്രൂശി വന്നപ്പോൾ യേശുവിന്റെ ശരീരമില്ല. സ്തോത്രം. ശനിയാഴ്ച അവരെ ശബത്ത് കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് അവർ കാൽവറി വന്നപ്പോൾ യേശുവിന്റെ ശരീരമില്ല. അവരന്വേഷിച്ചു, ഇത് ആരെടുത്തു? നിക്കോദോമസ്, അരിമേക്കരായ യോസേപ്പ്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കറിയാവോ നിക്കോദോമസ് ചരിത്രം ഇതങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. യഹൂദ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. നിക്കോദോമസിനെ, ഈ പണക്കാരനായ മനുഷ്യനെ, ഈ ഉന്നതമായ പദവി ധരിച്ച മനുഷ്യനെ അവര് പാലസ്തീന് വെളിയിലാക്കി. ഹല്ലേലൂയ. അവനെ നാട് കടത്തി. അവന്റെ പ്രോപ്പർട്ടി മുഴുവൻ ഹല്ലേലൂയ അവർ പിടിച്ചെടുത്തു. അവന്റെ വസ്തുവകളും വീടുകളും മുഴുവൻ പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുകൊണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തെ മാനിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ ഉയർത്തിയതുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കി, പലസ്തീന് വെളിയിലാക്കി. ഇവന്റെ പ്രോപ്പർട്ടി മുഴുവൻ പിടിച്ചെടുത്തു. ചരിത്രം ഇങ്ങനെ എഴുതുന്നത്, താൻ ക്രിസ്തുവിന് വേണ്ടി നിന്നത് കൊണ്ട് അവന്റെ മരണം വരെയും ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ചു. പക്ഷെ ദരിദ്രനായി അവൻ യേശുവിനെ പിൻപറ്റി. ഇന്ന് രാത്രി ദൈവമയിലെ നീ യേശുവിനെ പിൻപറ്റുന്ന ധനികനാകാനാണോ? ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനാണോ? സ്തോത്രം. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ഇതേ ഉള്ളൂ. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് അടിയുണ്ട്. ക്രിസ്തുവിനെ പിൻപറ്റവർക്ക്, പ്രിയ ഹല്ലേലൂയ, നമ്മുടെ ആന്റി ഹല്ലേലൂയ നേപ്പാളിലെ ആന്റി പറഞ്ഞതുപോലെ, ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ജയിലുണ്ട്. നിങ്ങൾക്കറിയാവോ, നിക്കോദോമസിന്റെ മോള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു റബായിയുടെ അടുക്ക ചെന്നു. ആ റബായി ചോദിച്ചു, മോളെ നീ ഏതാണ്? ഞാൻ നിക്കോദോമസിന്റെ മോള്. യെരുശലേമിലെ 3 വലിയ ധനികരിൽ ഒരാളായിരുന്ന നിക്കോദോമസ്, ഉന്നത പദവിയുള്ളവൻ. ക്രിസ്തുവിനെ ആരാധിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ ഉയർത്തിയതുകൊണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തെ ശുശ്രൂഷിച്ചതുകൊണ്ട് അവനെ സ്തോത്രം ക്രിസ്തു നിമിത്തം വെളിയിലാക്കി. ഇന്ന് രാത്രിയിൽ സുവിശേഷ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവവിതലേ, സുവിശേഷ നിമിത്തം നിന്നെ അനുഭവിക്കുന്ന ദൈവവിതലേ, സുവിശേഷ നിമിത്തം ഹല്ലേലൂയ നീ പീഡ അനുഭവിക്കുന്നെങ്കിൽ, നോർത്ത് ഇന്ത്യയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ, സ്തോത്രം ആഗ്രയിലുള്ള പ്രിയപ്പെട്ടവർ പലരും കടന്നു വന്നിട്ടുണ്ട്. ക്രിസ്തു നിമിത്തം ഇന്ന് രാത്രിയിൽ പീഡ അനുഭവിക്കുന്നെങ്കിൽ പുറകോട്ട് പോകരുത്. ക്രിസ്തുവിന് വേണ്ടി നിൽക്ക്.
ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.